നീ എന്താടാ സത്യമാഷ ഓടിക്ക? കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പിള്ളേരുടെ പേര് വിവരം കമ്പ്യൂട്ടർ സൂക്ഷിക്കുന്ന പതിവുണ്ട് ഇപ്പം. അതിന്റെ മെയിൻ ആൾ എൻ്റെ ഒരു ചങ്ങായിയാണ്. ആടെന്ന് കിട്ടിയതാ ഐഷേൻ്റെ ID പ്രൂഫ്. ശരിക്കും നോക്ക് എടാ, ഈ പെണ്ണും പ്രേമൊന്നും ഒറ്റയ്ക്കിരുന്ന് ആയവർക്കൊന്നും അമ്മമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, മനസ്സ് തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഓള് പയ്യനൊക്കെ ഓള് ജോഡിച്ചോർത്ത് കാണും. ദിനേശിന്റെ ബൈക്ക് എടുത്തോ, ചെല്ല്. ഒന്ന് വൃത്തിയായിട്ട് പോടുക. അബ്ദു, നിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടേ. ആ ചേച്ചീനെ നോക്കി ഇറങ്ങിയതല്ലേ? ഇഞ്ഞെന്താ ഇവിടെ? അമ്മ SN കോളേജിലെ പ്രൊഫസറാ, ഓൺ ഡ്യൂട്ടിയാ. ഇനി എനക്കൊരു സഹായം ചെയ്യുവാ. എന്നെ എപ്പ കണ്ടാലും സഹായം വേണല്ലേ? ദാ ID പ്രൂഫിന് താങ്ക്സ് അളിയാ. ഐഷ, റിഹേഴ്സൽ തുടങ്ങാട്ടാ. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ? സിജു, ഇംതിയാസ്, ഇന്ന് ഐഷയുടെ ബർത്ത്ഡേ ആണ്. വാ, ഹാപ്പി ബർത്ത്ഡേ ഐഷ. ആ സമയത്തോളെ ചിരി ഒന്ന് കാണണം സാറേ. അപ്പൊ ഞാൻ വടിയായിരുന്നെങ്കിൽ എന്റെ ശവത്തിന് ചിരിച്ച മുഖമായിട്ടുണ്ടാവും. ഐഷ എന്നെ കണ്ടു. ഓൾ ആദ്യത്തെ നോട്ടം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. തട്ടം നിനക്കൊരു വീക്ക്നെസ് അല്ലേ? ഓളാ തട്ട് വിട്ട് കഴിഞ്ഞ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. വിനോദ്, എൻ്റെ പേരെങ്ങനെ അറിയാം? സൽമ പറഞ്ഞറിയാം. ആരാ സൽമ? മുസ്തഫയുടെ വൈഫ്, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ. ഓ, അവരുടെ കല്യാണത്തിനല്ലേ ഇയാൾ എന്നെ ഇടിച്ചിട്ടത്?
സൽമ എല്ലാം പറഞ്ഞു. വെഡിങ് ആൽബത്തിൽ ആളെയും കാണിച്ചു തന്നു. ഐ എം സോറി എന്ന് മാത്രം എഴുതി വെച്ചിട്ട് പോയാ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ? എൻ്റെ ബർത്ത്ഡേ എങ്ങനെ അറിയാം? ഐഷ, എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. നമുക്കവിടെ നിന്ന് മാറാം. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റൊരുത്തിനും ഇവള് വിട്ടുകൊടുക്കൂലെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല. അപ്പൊ ഞാൻ പോട്ടെ. എന്തൊരു മണാടാ അവളുടെ മുടിക്ക്. തലയിലെന്തോ തേക്കുന്നുണ്ട് ഏട്ടാ. വല്ല കാച്ചിയെ വിളിച്ചെന്നായിരിക്കും. നീ കിടന്നോ. ഐഷ പോ. അയ്യോ, എന്നോടാ നോക്കിക്കൊണ്ടിരുന്നു. പഴയ ഹിന്ദി പടത്തിലൊക്കെ കാണുന്ന പോലെ ഓളിപ്പൊ എന്നെ തിരിഞ്ഞു നോക്കും. ഓൾ ഉമ്മച്ചിക്കുട്ടിയാടാ, ഉമ്മച്ചിക്കുട്ടി. ഒരു നോട്ടം കിട്ടണമെങ്കിൽ നീയൊക്കെ വേറെ ജന്മം ജനിക്കണം. ഉമ്മച്ചിക്കുട്ടിയാണ്. ഓള് തിരിഞ്ഞു നോക്കില്ല. ഓള് തിരിഞ്ഞു നോക്കടാ, എന്നെ തിരിഞ്ഞു നോക്കടാ. ഓളമ്മച്ചിക്കുട്ടിയാണ്. ഞാൻ നായറാ. നീ നായരാനും ഞാൻ എന്ത് ചെയ്യാനാടാ? മഞ്ജുവാ? അപ്പൊ ചിഞ്ചുനിഞ്ഞ് വിട്ടാ? മിസ്റ്റർ നായർ, നിങ്ങൾ വിളിക്കണ ഈ പാവം സബ്സ്ക്രൈബർ എന്റെ മയ്യത്തെടുക്കണവരെ നിലവിലിടാ തെണ്ടി. എടഞ്ഞ് ചൂടാവല്ലേ. ഞാനൊരൊറ്റ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ? ആ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമതില് കുപ്പിച്ചില്ലണ്ടാ? നീ എന്ത് ചെയ്യാൻ പോവാ?
നമുക്ക് മാത്രം അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ സാറേ? ബാക്കി പറയടേ. ഐഷ, ഐഷ, ഐം സോറി ഐഷ. എന്നെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കണം ഞാൻ കരുതിയല്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും, നിൽക്കുമ്പോൾ കൈയും കാര്യം മറിക്കും. സത്യം പറയാലോ, എൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ, ഊണുറക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു. എൻ്റെ വീട്ടുകാരും ഇതിനെ തലേന്നതിന് മുമ്പ് ഞാൻ പറയാം. I love you, Aisha. ഇപ്പം ഇങ്ങോട്ടൊന്നും പറയണ്ട. നന്നായി ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി.